ഞങ്ങൾക്ക് പുറത്തുനിന്ന് 2 പേർക്ക് എടുക്കാനുള്ള റേറ്റിൽ ഞങ്ങൾക്ക് ഫാമിലി ഫുൾ എടുക്കാൻ പറ്റും. 7ാമത്തെ വർഷമായിട്ട് നമ്മൾ തെരഞ്ഞു വരുന്നത് നന്ദുനാഥൻ അലീന. അപ്പൊ എന്തായാലും നമുക്ക് അവരോട് ഫീഡ്ബാക്ക് ഇപ്രാവശ്യം ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ എല്ലാ വട്ടവും ഫീഡ്ബാക്കും വരാറുണ്ട്, എല്ലാ വട്ടം മറക്കാതെ ഷോപ്പ് ചെയ്യാറുണ്ട്. വിഷുവിന് എന്ത് മറന്നില്ലെങ്കിലും ഇത് ഞങ്ങൾ മറക്കത്തില്ല. വിഷു മാത്രമല്ല ഓണം എല്ലാത്തിനും ഞങ്ങളുടെ സ്പെഷ്യൽ എല്ലാ പരിപാടികൾക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കൂടെ ഇവർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എപ്പോഴും പറയുന്നല്ലേ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളെ തന്നെ ഇങ്ങനെ 7 വർഷം തെരഞ്ഞു വരാനുള്ള ഒരു റീസൺ കസ്റ്റമർക്കും കൂടി ഒരു എത്ര റീസൺസ് വേണം? 1 2 മതിയോ? അത് എത്ര എണ്ണം വേണം? കളക്ഷൻ, സർവീസ്. നമുക്ക് ഒരു കടയിൽ നമ്മൾ വരുമ്പോൾ അവിടുത്തെ പെരുമാറ്റം നല്ലതാണെങ്കിൽ നമുക്ക് നാളെ വരാൻ തോന്നത്തുള്ളൂ. അതിന് എത്ര കളക്ഷൻ ഉണ്ടായാലും പെരുമാറ്റം മസ്റ്റാണ്. ഇവിടെ ആ പെരുമാറ്റം, അതേപോലെ ഇപ്പൊ എത്ര വട്ടം എൻ്റെ കൂടെ ഈ ഏട്ടന്മാര്, സാധാരണ ചേച്ചിമാരുള്ളപ്പോഴാണ് വരാറ്, ഇന്നിപ്പോ ലേറ്റ് ആയി, അപ്പൊ ഏട്ടന്മാരാണ് എത്ര വട്ടം എൻ്റെ കൂടെ കയറി വന്നെന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി. അത്രയും വട്ടം ഒരു മുഷിച്ചില് പോലും മുഖത്ത് കാണിക്കാതെ എന്നെ കാണിച്ചു തരിക. അതല്ലെങ്കിൽ ചേച്ചി ഇത് പറ്റും, നമുക്ക് സെലക്ട് ചെയ്ത് തരുന്ന അവരാണ്, കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന അവരാണ്. അപ്പൊ അതിനൊന്നും ഒരു മുഷിച്ചിലും കാണിക്കാതെ നമ്മളെ 100% സാറ്റിസ്ഫൈഡ് ആക്കും. വിലക്കുറവ് ധാരാളമാണ്. ഞങ്ങൾ ഈ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇത്രയും വലിയൊരു ഇത് വാങ്ങാൻ എത്ര രൂപയാവുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്ര ഹാപ്പിനെസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത്ര തവണ വരുമോ? എനിക്ക് ഇവിടുത്തെ സാധാരണ ഞങ്ങൾ 2 ആൾ കൂടി എടുക്കാന്ന് പറഞ്ഞാൽ വരാറ് അവിടുന്ന്. പക്ഷെ എപ്പോഴത്തെ പോലെ വരുമ്പോ മാറും. കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് 2 പേർക്ക് എടുക്കാനുള്ള റേറ്റിൽ ഞങ്ങൾക്ക് ഫാമിലി ഫുൾ എടുക്കാൻ പറ്റും. അത്ര ചിന്തിച്ചാൽ, ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ അത്രയും മാത്രം എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഞങ്ങളായിട്ട് പരിചയപ്പെടുത്തണ്ടല്ലോ. അപ്പൊ അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവർക്കും. താങ്ക് യു.